മഹത്വം കണ്ടപ്പോ ഞാൻ അറിയാതെ ആരാധനയിൽ നിന്റെ മുമ്പിൽ വീണു പോകുകയാണ്. ഞാൻ അറിയാതെ എന്നെ തന്നെ മറന്നു പോകുകയാണ്. ദൈവം നമ്മുടെ മധ്യയിലേക്ക് വരട്ടെ. അത്യുന്നതന്റെ മറവിൽ വസിക്കാൻ സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുക ചെയ്യുന്നവൻ. വായിക്കുമ്പോൾ പിന്നെ കാണുന്നു തന്റെ തൂവലുകൾ കണ്ട് അവന്റെ മറയ്ക്കും തന്റെ ചിറകിന്റെ മറവിൽ നീ വസിക്കും. ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ ചിറകിന്റെ മറവില തന്റെ തൂവലുകൾ കണ്ട് നിന്നെ പൊതിഞ്ഞിരിക്കുകയാ. ദൈവ സാന്നിധ്യം നിനക്കൊരു തോന്നലല്ല. അമ്മ കിളിയുടെ ചിറകിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കുഞ്ഞിനെ വിളിച്ചിട്ട് ചോദിക്കേ, what you are experiencing now? നീ എന്താ അനുഭവിക്കുന്നത്? ഈ കുഞ്ഞു പറയും, അല്പ നിമിഷങ്ങൾക്ക് മുമ്പേ എന്റെ ഉള്ളിൽ ഭയമായിരുന്നു. എന്റെ തലയ്ക്ക് മീതെ വട്ടമിട്ട് പറന്ന ഒരു രാജപക്ഷി എന്നെ കൊത്തിക്കൊണ്ട് പോകുവാൻ എനിക്ക് നേരെ വന്ന ഒരു രാജപക്ഷി ഉണ്ടായിരുന്നു. എന്നാൽ now I am experiencing perfect peace. കാരണം ഇന്ന് ഞാൻ രാജപക്ഷിയല്ല കാണുന്നത്. എന്റെ അമ്മയുടെ ചിറകിന്റെ ഉള്ളിൽ ആ കംഫർട്ടിന്റെ അകത്ത് ഞാൻ സുരക്ഷിതനാണ്. എന്റെ അമ്മയുടെ ചിറകുകൾക്കുള്ളിൽ ഞാൻ സുരക്ഷിതനാണ്. ജയമെടുക്കുന്നു. കുഞ്ഞുങ്ങളിയോട് ചോദിക്കേ, എന്തനുഭവിക്കുന്നു? കുഞ്ഞുങ്ങളി പറയും, എനിക്ക് കേൾക്കാം. എന്റെ അമ്മയുടെ ഹാർട്ട് ബീറ്റ്സ് എനിക്ക് കേൾക്കാം. എന്റെ അമ്മയുടെ ഹൃദയമിടിപ്പ് എനിക്ക് കേൾക്കാം. എന്റെ അമ്മയുടെ നെഞ്ചിന്റെ ചൂട് എനിക്ക് അനുഭവിക്കാം. ഇപ്പോൾ എനിക്ക് ഭയമല്ലുള്ളത്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എനിക്കറിയുവാൻ കഴിയുന്നു. എന്റെ അമ്മയുടെ ഹൃദയമിടിപ്പ് എനിക്കറിയുവാൻ കഴിയുന്നു. എന്റെ അമ്മയുടെ ചൂട്. ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നിട്ട് നീ അതനുഭവിച്ച മടങ്ങി പോകാൻ പാടുള്ളൂ. അതനുഭവിച്ച മടങ്ങി പോകാൻ പാടുള്ളൂ. കർത്താവിന്റെ ചിറകിന്റെ മറവിന്റെ സുരക്ഷിതത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മേഘത്തിന്റെ നിഴലിന്റെ കീഴിലിരിക്കുന്നതിന്റെ സുരക്ഷിതത്വം നാം അനുഭവിച്ചാൽ മതിയാകുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ മരുഭൂമിയിൽ നശിപ്പിക്കുന്ന ശക്തികൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ നീ ഇരിക്കുന്നത് മേഘത്തിന്റെ കീഴിലാ. നീ ഇരിക്കുന്നത് മേഘത്തിന്റെ കീഴിലാ. മേഘം നിനക്കൊരു തോന്നലല്ല, കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. തലമുക്കി മുകളിലേക്ക് നോക്കാൻ. നിന്റെ തലയ്ക്ക് മീതെ ചിറക് വിരിച്ചിരിക്കുന്ന ദൈവ മഹത്വത്തിന്റെ മേഘം ഇന്ന് മകൾക്കാരെ കണ്ടിട്ട് തിരിച്ചു പോകാവുള്ളൂ. ഒരു തോന്നലിൽ അനുഭവിച്ച് മടക്കി പോകാൻ തീരട്ടെ. മേഘം ഇവരുടെ തലയ്ക്ക് മുകളിൽ വന്നത് പ്രതികൂലം വന്ന ശേഷമല്ല. ചോരങ്ങൾ യാചരിച്ച് മിസ്രൈം വിട്ട നാളിൽ തന്നെ അവർക്കും മിസ്രൈമിനും ഇടയിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വന്നു. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിന്റെ തലയ്ക്ക് മീതെ മേഘം വരുന്നത് നീ ചിന്തിക്കില്ല. പ്രതികൂലം വരുമ്പോഴാണ് നിന്റെ തലയ്ക്ക് മീതെ മേഘം വരുന്നത്. ഒരു ക്രൈസിസിലൂടെ നീ കടന്നു പോകുമ്പോഴാണ് നീ ചിന്തിക്കല്ലേ. നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ നീ ദൈവത്തിന്റെ മേഘത്തിന്റെ മറവില. ലേഖന കർത്താവ് പറഞ്ഞു, അവരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. പറഞ്ഞാട്ടെ, എല്ലാവരും മേഘത്തിന്റെ കീഴിലാണ്. എല്ലാവരും മേഘത്തിന്റെ കീഴിലാണ്. ഏറ്റവും പ്രായമുള്ള അപ്പച്ചൻ മുതൽ ഏറ്റവും കൊച്ചു കുഞ്ഞു വരെ എല്ലാവരും മേഘത്തിന്റെ കീഴിലാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അത് ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ദൈവത്തിന്റെ സാന്നിധ്യം അപ്പച്ചന്മാർക്ക് വേണ്ടിയുള്ളതല്ല. ദൈവത്തിന്റെ സാന്നിധ്യം യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രമുള്ളതല്ല. ദൈവത്തിന്റെ സാന്നിധ്യം വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അവരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. എന്റെ വാക്കുകൾ നിർത്തുകയാണ്. പറഞ്ഞ തൂന്നുനിമിത്തം ഒരു നിമിഷം ദൈവത്തിന് പിന്നെ വെളിച്ചെത്തിനാണ്. നമുക്ക് കർത്താവേ, ഞങ്ങൾ നിന്റെ മേഘത്തിന്റെ മറവിലായിരിക്കട്ടെ. ദൈവം അതിന്റെ മധ്യമുണ്ട്. അത് കുലുങ്ങി പോകയില്ല. ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട്. ദൈവം ഞങ്ങളുടെ നടുവിലുണ്ട്. ഞങ്ങൾ ദൈവത്തിന്റെ മേഘത്തിന്റെ
ദൈവത്തിന്റെ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുവാൻ പോവുകയാണ്. കുഞ്ഞെ ദൈവത്തിന്റെ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുവാൻ പോവുകയാണ്. സഹോദര സഹോദരി, കുടുംബമേ, ദൈവത്തിന്റെ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുവാൻ പോവുകയാണ്. അവന്റെ സാന്നിധ്യത്തിലേക്ക് നീ ഓടി വന്നാട്ടെ. അച്ഛനെ അകത്തേക്ക് ഓടിക്കാനിക്കാട്ടെ. അനുഭവിച്ചാൽ കഴിയുന്ന ദൈവ സാന്നിധ്യം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ അത്യുന്നതന്റെ നഗരത്തെ സന്തോഷിപ്പിക്കുന്നു. ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. ദൈവത്തിന്റെ നഗരത്തിലൂടെ, അത്യുന്നതന്റെ നിവാസ സ്ഥാനത്തിലൂടെ ഒഴുകുന്ന ഒരു നദി. ആശ്ചര്യമായി ജെറുസലേമിൽ കൂടെ നദിയൊന്നും ഒഴുകുന്നില്ല. അവിടെ നിന്ന് നദിയൊന്നുമില്ല. പിന്നെ സങ്കീർത്തനക്കാരൻ അർത്ഥം പറ്റിയതാണോ? അല്ല, അല്ല. കൃപയുള്ളവന് ഇല്ലാത്തത് കാണുവാൻ കഴിയും. കൃപയുള്ളവന് ദൈവത്തിന്റെ നദിയെ കാണുവാൻ കഴിയും. കൃപയുള്ളവന് തിരുസഭയിലൂടെ ഒഴുകുന്ന നദിയെ കാണുവാൻ കഴിയും. അതുകൊണ്ട് ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ആശ്ചര്യമായി അവിടെ നദിയൊന്നുമില്ലെങ്കിലും ആത്മികമായി തന്റെ ജനത്തിന്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. തന്റെ ജനത്തിന്റെ നടുവിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ സഭയിലൂടെ ഒഴുകുന്ന ഒരു നദി, ഒരു ദൈവ സാന്നിധ്യം. കർത്താവേ, അതില്ലാതെ നയിക്കരുത്. അതില്ലാതെ ഞാൻ പോയാൽ ഞാൻ തോറ്റുപോകും. അതില്ലാതെ ഞാൻ പോയാൽ എന്റെ യുദ്ധങ്ങൾ പരാജയമായി തീരും. എന്നാൽ നിന്റെ സാന്നിധ്യത്തോടെ നയിക്കണമേ. വേദപുസ്തകം പിന്നെ പറഞ്ഞു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. കുറച്ച് വെള്ളമല്ല, കുറച്ച് വെള്ളമല്ല. ദൈവത്തിന്റെ നദിയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ കഴിഞ്ഞ 20 നൂറ്റാണ്ട് കുടിച്ചിട്ടും തീരാത്ത നദി. ഈ 21 നൂറ്റാണ്ടിൽ ഈ 21st സെഞ്ചുറിയിലും എനിക്കും നിനക്കും വേണ്ടി ദൈവത്തിന്റെ നദിയിൽ അവിടെ മാറ്റിവെച്ച് മറ്റാർക്കും കൊടുക്കാതെ, മറ്റാർക്കും കൊടുക്കാതെ നിന്റെ മേൽ മാത്രം നൽകുവാൻ, നിന്നെ കുടിപ്പിക്കുവാൻ, നിനക്ക് മാത്രം തരുവാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ച് ആരും കുടിച്ചു നിൽക്കാതെ തീരാത്തതുപോലെ ആത്മജലം നദി ഇന്നും കടലിൽ ഒഴുകുന്നു. പരിശുദ്ധ പിതാവേ, ഈ വചനങ്ങൾ നിമിത്തം ഇപ്പോൾ തന്നെ നിന്റെ ജനത്തിന്റെ ആരാധനയിൽ കടന്നുവരട്ടെ. ആവശ്യമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പാട്ടത്തിനായിട്ട് ഇപ്പോൾ തന്നെ ജനത്തിന് പകർന്ന് വലിയൊരു ആത്മിക വിശപ്പ്, വലിയൊരു ആത്മിക ദാഹം ഇന്ന് പകൽ മുതൽ നിന്റെ ജനത്തിന് തുടങ്ങട്ടെ. ഒരു പുതിയ തുടക്കമായി തീരട്ടെ. അതിന് ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ ലോകാത്മാവിനെയും ശാസിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ പൈശാചിക പോരങ്ങളെ ഞങ്ങൾ